Oh yeah! നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖം ഒരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ടാവും. കാരണം പുതിയ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ ഉപകാരം ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കാണുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കഥ പറയാം, വല്ലാത്തൊരു കഥ, ശരിക്കും വല്ലാത്ത കഥ. 1789 ലോങ് ബാക്ക് ദക്ഷിണാഫ്രിക്കയിലെ കോങ്കോ എന്ന ഗ്രാമത്തിൽ ഒരു ഇടയ ഗോത്രത്തിൽ ജനിച്ച ഹതഭാഗ്യായ ചെറുപ്പക്കാരിയായിരുന്നു സാറാ ബോട്ട്മാൻ. സാറാ ബോട്ട്മാന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിക്കുകയും അനാഥമാവുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായ സാറാ ബോട്ട്മാൻ 2 കുട്ടികൾക്ക് ജന്മം നൽകി. എന്നാൽ നിർഭാഗ്യവശാൽ 2 കുട്ടികളും ജന്മനാ തന്നെ മരണപ്പെട്ടു. ഇതവിടം കൊണ്ട് നിന്നില്ല. ഡച്ചുകാർ ആഫ്രിക്കയെ കീഴ്പ്പെടുത്തുകയും ഇവരുടെ ഭർത്താവിനെ കൊന്നുകളയുകയും ചെയ്തു. ആ ഡച്ച് അധിനിവേശത്തിൽ ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആണുങ്ങളെയും ഡച്ചുകാർ അന്ന് കൊന്നുകളഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി സാറാ ബോട്ട്മാൻ ക്യാപിറ്റോളിലുണ്ടായിരുന്ന ബിസിനസ്സുകാരനായിട്ടുള്ള പീറ്റർ സീസറിന്റെ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു പ്രദർശന വസ്തുവായി, ഒരു അടിമയായി ഉള്ള നരക ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത്. പീറ്റർ സീസറിന്റെ സഹോദരനായിട്ടുള്ള ഹെൻറിക് സീസറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഡോക്ടറുമായിട്ടുള്ള അലക്സാണ്ടർ ഡെർണോവും ഈ വീട്ടിൽ വെച്ച് സാറാ ബോട്ട്മാനെ കാണാനിടയായി. സാറാ ബോട്ട്മാൻ ഒരു അസുഖം ഉണ്ടായിരുന്നു, സെറ്റോപിജിക് എന്നാണ് ആ അസുഖത്തിന്റെ പേര്. ഈ അസുഖം എന്തെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നിബന്ധ ഭാഗം, നിബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഡിക്കി, അത് പറയാപ്പോൾ നാണക്കേടൊന്നും വേണ്ട, എല്ലാവർക്കും ഉള്ള സാധനമാണ്. ആ ഭാഗങ്ങൾക്കെല്ലാം അമിതമായിട്ടുള്ള വളർച്ച, ഹോർമോണിലുണ്ടായ വ്യതിയാനം മൂലമാണ് ഇങ്ങനെ അമിതമായ വളർച്ച ഉണ്ടാകുന്നത്. ഈ ശരീരഘടന പൂർണ്ണമായും മുതലാക്കാൻ വേണ്ടി ഇവർ 3 പേരും പ്ലാൻ ചെയ്ത് സാറാ ബോട്ട്മാന് മനസ്സിലാക്കാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു എഗ്രിമെന്റ് എഴുതി സാറയും കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. എഗ്രിമെന്റ് പ്രകാരം ഇവര് സാറാ ബോട്ട്മാനെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പ്രദർശനത്തിന് വെച്ചു. ഈ പ്രദർശനത്തിന് അന്ന് യൂറോപ്പിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും സാറാ ബോട്ട്മാനെ കാണാനും സാറാ ബോട്ട്മാന്റെ ഈ ശരീരത്തിന്റെ പ്രത്യേകത കണ്ട് ആസ്വദിക്കാനും കളിയാക്കാനും ക്യൂ നിന്നു. മനുഷ്യന്റെ ലൈംഗിക ദാരിദ്ര്യം അങ്ങേയറ്റം ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുക മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. 1807 അടിമത്ത നിരോധനം വന്നതോടുകൂടെ ഇവരെ വരുമാനം കുറഞ്ഞു. അവിടുന്ന് പിന്നീട് ബ്രിട്ടനിലേക്കും അയർലാൻഡിലേക്കും കൊണ്ടുപോയ സാറാ ബോട്ട്മാനെ ഇതേ ഷോകൾക്ക് ഉപയോഗിക്കുകയും VVIPകൾക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്ത് ഇവർ വീണ്ടും പണം ഉണ്ടാക്കി. പിന്നീട് നടന്നിരുന്ന ബാറുകളിലും ഫെസ്റ്റിവലിലും എല്ലാം സാറാ ബോട്ട്മാൻ ഒരു സ്ഥിരം പ്രദർശന വസ്തുവായി. ബ്രിട്ടനിലും നിയമങ്ങൾ അതികർശനമായപ്പോൾ സാറാ ബോട്ട്മാനെ ഒരു മൃഗപരിശീലകനെ വിറ്റുകൊണ്ട് ഹെൻറിക് സീസർ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് അങ്ങോട്ട് സാറാ ബോട്ട്മാന്റെ ജീവിതത്തിൽ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ശാരീരിക മാനസിക മറ്റു പീഡനങ്ങൾക്കും വിധേയയാകേണ്ടി വരികയും 1815 ഡിസംബറിൽ തന്റെ 26-ാം വയസ്സിൽ സാറാ ബോട്ട്മാൻ ലൈംഗികാസുഖങ്ങളെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ സാറാ ബോട്ട്മാന്റെ ഈ ശരീരത്തിന്റെ അവസ്ഥ പലരും പഠനത്തിനും പഠനാവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഉപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. മരണശേഷവും സാറാ ബോട്ട്മാന്റെ ദുരന്തത്തിന്റെ അറുതി തീർന്നുണ്ടായിരുന്നില്ല. അതിനുശേഷവും തന്റെ ശരീരഭാഗങ്ങൾ പല എക്സിബിഷനും ഷോകൾക്കും പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ആവശ്യത്തിനൊക്കെ ഫ്രാൻസിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിരുന്നു. ഈ പ്രദർശനം 1970 വരെ തുടർന്നു. 1994 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ നെൽസൺ മണ്ടേലയുടെയും മറ്റ് സാമൂഹിക പ്രവർത്തകരുടെയും തുടരെയുള്ള ഇടപെടലുകൾ മൂലം സാറാ ബോട്ട്മാന്റെ ശരീരഭാഗങ്ങൾ തിരിച്ച് ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുവരികയും 2002 തന്റെ സ്വന്തം ഗ്രാമത്തിൽ വെച്ച് തന്നെ സാറാ ബോട്ട്മാന്റെ ശരീരം അടക്കം ചെയ്യുകയും ചെയ്തു. ഈ കഥ എന്ന് പറയുന്നത് കേവലം ഒരു സാറാ ബോട്ട്മാന്റെ കഥ മാത്രമല്ല, അക്കാലത്ത് ജീവിച്ചിരുന്ന അടിമകളാക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാവരുടെയും ഏകദേശ അവസ്ഥ ഇതിലും ക്രൂരവും പൈശാചികവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും അല്ലെങ്കിൽ നമ്മൾ മലയാളികളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ്, നമ്മൾ ആഫ്രിക്കക്കാരുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. ഈ സമയത്ത് കേരളത്തിലും ഇതേ അടിമച്ചന്തകളും അടിമക്കമ്പോളങ്ങളും നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അമ്പലങ്ങളും പള്ളികളും വരെ ഇതേ അടിമച്ചന്തകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നെറ്റ് ചുളിക്കേണ്ട, ഹിസ്റ്ററി ഒന്ന് തപ്പിയാൽ മതി. ഇന്നും ആഫ്രിക്കയിൽ നിലനിൽക്കുന്നത് ഈ അടിമത്ത സ്വഭാവമാണ്. ഫ്രഞ്ചിന്റെയും അമേരിക്കയുടെയും കോളനിയാണ് ഒരു തരത്തിൽ പറഞ്ഞ ആഫ്രിക്ക. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പം അത്തരം വീഡിയോകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഡൈബോളിക്. ഇനി ഈ കഥ എന്തിനാ ഇപ്പം പറയണമെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മുടെ ഉദ്ഘാടനങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുക, അവിടെ നിങ്ങൾക്ക് കുറേ സാറാ ബോട്ട്മാന്മാരെ കാണാം. ഞാൻ ആരും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അവർ ചെയ്യുന്നത് അവരുടെ ബിസിനസ്സാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും ഇവിടെ ലൈംഗിക ദാരിദ്ര്യമാണ്, ഇവിടെ എല്ലാവർക്കും ഫ്രസ്ട്രേഷനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാവരും മുതലാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫീഡൊക്കെ എടുത്ത് നോക്കുക. അതിൽ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റികളും അതിൻ്റെ വ്യൂസ് കുറഞ്ഞാൽ അത് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഇത് തന്നെയാണ്. ഇത് ഉപയോഗിച്ച ആൾക്കാർ കാണും, വ്യൂസ് കൂടും എന്നവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവരിത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ല. ഇതിലും ഭീകരമായിരിക്കും ചിലപ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ അവസ്ഥ. അവിടെ പകൽ പോലും ഒരു പെൺകുട്ടി തെരുവുകളിലൂടെയൊക്കെ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ വെർബൽ സെക്ഷൽ അബ്യൂസുകൾ, അതിൻ്റെ വീഡിയോകൾ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി. Say American Eagle. Going good? Hey, look at that. $5,000.
എന്താ ഇതിനൊക്കെയുള്ള കാരണം എന്ന് ചോദിച്ചാൽ കാരണം എന്താ വെച്ചാൽ കാരണം ഒന്നേ ഉള്ളൂ, അത് പുരുഷ ഹോർമോണിന്റെ ഒരു പ്രത്യേകതയാണ്. പുരുഷന്മാർക്ക് പൊതുവെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നത് ബൈ കാഴ്ചയിലൂടെയാണ്. അത് എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഇതിനെല്ലാവരും മുതലാക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഈ യൂട്യൂബിന്റെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിന്റെ തംബ്നെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ തംബ്നെയിൽ നോക്കുക. ഈ തംബ്നെയിൽ നോക്കിയിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറിപ്പോയാൽ ഈ തംബ്നെയിൽ പറയുന്ന ഒരു കാര്യം അവരുടെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ട്രാവൽ വീഡിയോകളിലൊക്കെ ഒരുപാട്. ഇത് കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ കുറെ തപ്പി, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന കുറച്ച് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവരുടെ വീഡിയോവും അതിന്റെ ഹെഡിങ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ നോക്കുക, അതിൽ ഞാൻ മാർക്ക് ചെയ്ത എന്റെ വ്യൂസ് നിങ്ങൾ നോക്കുക. മാർക്ക് ചെയ്ത വീഡിയോകളുടെ വ്യൂസും അതിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വ്യൂസും തമ്മിലുള്ള വ്യത്യാസവും ഈ മാർക്ക് ചെയ്ത വീഡിയോന്റെ ടൈറ്റിലും അതിന്റെ തംബ്നെയിലും എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചെറുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുന്നത്, എന്തുകൊണ്ട് മറ്റുള്ളതിന് വ്യൂസ് അത്ര കിട്ടുന്നില്ല, പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇതിൽ ഇത്ര വ്യൂസ് കൂടുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എല്ലാത്തിലും കാണിക്കുന്ന ഒറ്റ കണ്ടന്റ് തന്നെയാണ്, ഒരേ ഏരിയയിലുള്ള ട്രാവലിംഗ് തന്നെയാണ്, ഒരേ മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ആണ്. പക്ഷെ ഇതിന്റെ ടൈറ്റിലും ഈ തംബ്നെയിലും കൊടുത്തുള്ള ഈ ചെറിയ പ്രയോഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോ മറ്റുള്ളതിൽ നിന്നും കുറച്ച് കൂടുതൽ വ്യൂസിൽ എത്തിക്കുന്നത്. ഇത് ഇവര് മാത്രമല്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയത് ഇവിടുന്നാണെന്ന് മാത്രം. ഒട്ടുമിക്ക എല്ലാ ചാനലുകളിലും ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ്. ഇത് ന്യൂസ് 18 വന്ന ന്യൂസുകൾ, ഒരു ദിവസം വന്ന ന്യൂസുകളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതിന്റെ താഴെ മുകളിലുള്ള ആ വീഡിയോ മാർക്ക് ചെയ്ത വീഡിയോന്റെ താഴെ മുകളിലുള്ള ഇതിന്റെ വ്യൂസ് നിങ്ങളൊന്ന് നോക്കുക. 1000 ഉണ്ട്, 300, 1100, അങ്ങനെ 1000, 1200 ആ റേഞ്ചിലാണ് മൊത്തം വ്യൂസ്. പക്ഷെ ഒറ്റ വീഡിയോ, ഈ മാർക്ക് ചെയ്ത വീഡിയോന് മാത്രം 1 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആൾക്കാരാണ് ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടുള്ളത്. കാരണം ഒന്നേ ഉള്ളൂ, അതിന്റെ തംബ്നെയിലും അതിന്റെ ഹെഡിങ്ങും അതിന്റെ കണ്ടന്റും ഏത് രീതിയിലുള്ളതാണ്, ആരെ ട്രിഗർ ചെയ്യുന്ന ഉപയോഗിക്കുന്നതാണെന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോന് ഇത്ര പെട്ടെന്ന്. ബാക്കിയുള്ളതിനൊക്കെ 1000 കിട്ടുമ്പോൾ 10 ലക്ഷം വ്യൂ. അപ്പൊ ഇങ്ങനെ തംബ്നെയിൽ ഇടുന്നവരും എങ്ങനെ ഹെഡിങ് കൊടുക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എങ്ങനെ കുറ്റം പറയാം? അവരൊരു പ്രൊഡക്റ്റ് ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതവർ ചെയ്യുന്നു. അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. എല്ലാ കമ്പനികളും മാർക്കറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്, ഒട്ടുമിക്ക കമ്പനികളെല്ലാം. സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമകളൊന്നും എടുത്തു നോക്കുക. ഡിജിറ്റൽ മീഡിയ ശക്തമായി തുടങ്ങിയ കാലം മുതലേ അതിൽ ഐറ്റം ഡാൻസ് ഉണ്ട്. എന്തിനാ ഐറ്റം ഡാൻസ്? സിനിമയിൽ ഐറ്റം ഡാൻസ് എന്ന് വെച്ചാൽ ആ ഐറ്റം ഡാൻസ് കണ്ടിട്ടായിരിക്കും പലരും ആ സിനിമയെക്കുറിച്ച് അറിയുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂ ഒക്കെ വന്നു തുടങ്ങിയത്. അന്നത്തെ കാലത്ത് സിനിമയെക്കുറിച്ച് അറിയാനും വായിക്കാനും ഒക്കെ ഉള്ളത് വളരെ കുറച്ച് പേരായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമയെക്കുറിച്ച് അറിയുന്നത് ഈ പാട്ട് കണ്ടിട്ട് അതേതാ സിനിമ നോക്കും. അങ്ങനെയൊക്കെയാണ് സിനിമയെക്കുറിച്ച് അറിഞ്ഞ് തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സിനിമയിൽ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെ വെച്ചത്. ഒരു സമയത്തൊക്കെ ഈ ഐറ്റം ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേക ടീം ഉണ്ടായിരുന്നു. അവർ ഇത് മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് ഇത് ഒന്ന് ചെയ്യുക, പോവുക. വരുന്ന നായികമാരോ ആരും ഇതിന് ചെയ്യില്ല. അതിനൊരു പ്രത്യേക ഒരു ടീം. ഇന്ന് അങ്ങനെ പ്രത്യേക ടീമൊന്നുമില്ല ഐറ്റം ഡാൻസ് ചെയ്യാൻ. എല്ലാവരും നായികമാരെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ന് ഐറ്റം ഡാൻസ് പൊതുവെ ഉപയോഗിക്കുന്നത് ഒരു സിനിമേനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബിഗ് ബഡ്ജറ്റ്, ഒരു പാൻ ഇന്ത്യൻ വലിയ സിനിമയാണെങ്കിൽ അതിലായ ഐറ്റം ഡാൻസ് മസ്റ്റ് ആണെന്ന്. ഒരു ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഐറ്റം ഡാൻസ് ഇല്ലെങ്കിൽ ഇത് നോർമൽ സിനിമ. അങ്ങനെ ഒരു കാറ്റഗറി കൂടി ഇന്ന് സിനിമയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല. ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്, അതിപ്പോഴും നടക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ദൈംഗികതയാണ്, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ മാത്രമേ ഇതുള്ളൂ എന്നൊന്നും നിങ്ങളാരും കരുതരുത്. ഇത് ലോകത്ത് എല്ലായിടത്തും പല സാമൂഹിക അവസ്ഥയിൽ വെച്ചിട്ട് ഇത് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുമെങ്കിലും എല്ലായിടത്തും ഉള്ള പരിപാടിയാണ്. ഇവിടെ മാത്രമുള്ള ഒരു സംഭവമായിട്ട് ആരും ഇതിനെ ചിത്രീകരിക്കരുത്, ദയവ് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. വീണ്ടും കണ്ടുമുട്ടും വരയ്ക്കോ.